ഹലോ ബ്രദേഴ്സ്, ഇന്നൊരു ഫിറ്റ്നസ് വീഡിയോ അല്ല. ഫിറ്റ്നസ് വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്രത്യക്ഷമായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പക്ഷി വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നോക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് ചെമ്പോത്ത് എന്നൊരു പക്ഷിയാണ്. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. കാണുമ്പോൾ അതൊരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ പോലെ അതൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് പോസ്റ്റൊന്നും മുകളിലൊന്നുമില്ല, ലൈനൊന്നും പോകുന്നില്ല. പിന്നെ ഇനി ചൂടുകാലമായതുകൊണ്ട് വെള്ളം കിട്ടാതെ പറ്റുകയാണെന്നും അറിയില്ല. എന്തായാലും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാക്കകളൊക്കെ മുകളിൽ കരയുന്നുണ്ട്. പിന്നെ കാക്കകൾ കൊത്തിയാണെങ്കിൽ മുറിവും അത്യാവശ്യം ഒന്നും കാണുന്നുമില്ല. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്നും. ആക്ച്വലി നമ്മുടെ M4Tech ജിയോനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുള്ളിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് എനിക്കൊരു കുയിലിൻ്റെ കുഞ്ഞല്ല, കുറച്ച് വലിയൊരു കുയിലിനെ ഇതുപോലെ കിട്ടിയിരുന്നു. അങ്ങനെ ആ കുയിലിൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചിട്ട് എനിക്ക് പറത്തിവിടാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മെസ്സേജ് ഞാൻ അവസാനം പറയാം. കാക്ക കൊത്തിയത് അപ്പോൾ അതിനെ ആവല്ലേ പിന്നെ ഈ പക്ഷിക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ മെയിനായിട്ട് കഴിക്കുന്നത് പ്രാണികളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം പഴങ്ങളും സീഡ്സൊക്കെ കഴിക്കും. അപ്പോൾ പഴമുണ്ട് വീട്ടിൽ, അപ്പോൾ അതൊന്നും ഞാൻ കൊടുക്കും. പിന്നെ വെള്ളം കൊടുക്കാനാണ് പ്ലാൻ. വെള്ളം കൊടുത്തപ്പോൾ അത്യാവശ്യം ഓക്കെ ആയി. ഇപ്പോൾ നമ്മുടെ പക്ഷി തലയൊക്കെ ഒന്ന് ആട്ടുന്നുണ്ട്. പിന്നെ ഇനി ഞാനൊരു മെത്തേഡ് ട്രൈ ചെയ്യാൻ പോകണം. എൻ്റെ വല്യമ്മയൊക്കെ പണ്ട് ചെയ്തതാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമില്ലായിരിക്കുമ്പോൾ ഒരു കലത്തിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞിനെ ഇട്ടിട്ട് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു കലമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കലം വെച്ചിട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചെമ്പോത്ത് കുഞ്ഞ് അത്യാവശ്യം ഓക്കെ ആയി. അത്യാവശ്യം ഇപ്പോൾ അനങ്ങുന്നൊക്കെ ഉണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്തായാലും ഇപ്പോൾ ഒരു ഉച്ചയായി. രാവിലെയാണ് എനിക്ക് ഇതിനെ കിട്ടിയത്. അത്യാവശ്യം ഭക്ഷണം കൊടുത്തു. പഴം ചെറിയ പീസാക്കിയിട്ട് വായിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ. നമുക്കിനി വൈകുന്നേരം നോക്കാം. സോറി ബ്രദേഴ്സ്, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മളെ ചെമ്പോത്ത് മരിച്ചു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന് വൈകുന്നേരം നോക്കിയപ്പോഴേക്കും പക്ഷി കുഞ്ഞ് മരിച്ചുപോയി. മനസ്സിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായി, പക്ഷേ കുഴപ്പമില്ല. കാരണം അവസാന നിമിഷം കുറച്ച് വെള്ളം കൊടുക്കാൻ നമുക്ക് പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ പറയാം. മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് 1-2 സ്ഥലത്ത് ചെറിയൊരു പാത്രങ്ങളിലായിട്ട് കുറച്ച് വെള്ളം വെക്കുക. കാരണം ഭയങ്കര ചൂടാണ്, നമ്മൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ പക്ഷിയുടെ കാര്യമൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊന്നേ പറയാനുള്ളൂ, വെള്ളം കിട്ടാത്ത കാരണം ലോകത്തിൽ ഒരു ജീവിയും മരിക്കാതിരിക്കട്ടെ.